റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. സ്വകാര്യ ബസ്സിടിച്ച് മരണമുണ്ടായാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപകടമരണമുണ്ടായ പാലക്കാട് പനയമ്പാടത്ത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനും നടപടി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് നടപടികൾ കർശനമാക്കാൻ തീരുമാനമെടുത്തത്. സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് മരണമുണ്ടായാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കും. അശ്രദ്ധമായി വാഹനമോടിച്ച ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായാൽ പെർമിറ്റ് 3 മാസത്തേക്കും റദ്ദാക്കും. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും മറ്റു ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും, പ്രൈവറ്റ് ബസ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ഇവരുടെ നിയമനം ഇനി പോലീസ് വെരിഫിക്കേഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അവരുടെ പോലീസ് ക്ലിയറൻസ് വാങ്ങണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസുകളോ മയക്കുമരുന്ന് കേസുകളോ അങ്ങനെയുള്ള യാതൊരുവിധ കേസുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. യാത്രക്കാരായ കുട്ടികളുടെയൊക്കെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. അതിനോട് ബസ് ഉടമകൾ യോജിക്കുകയും അവരെ സമ്മതിച്ചിട്ടുണ്ട്. അപകടമരണമുണ്ടായ പാലക്കാട് പനയമ്പാടത്ത് വേഗത കുറയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി മന്ത്രി പറഞ്ഞു. സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കും. ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. സ്ഥിരം ഡിവൈഡർ നിർമ്മിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി 1 കോടി രൂപ അനുവദിക്കും. ബസ് പേ മാറ്റി സ്ഥാപിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഇവിടെ പനയമ്പാടത്ത് ഇപ്പോൾ മില്ലിംഗ് കഴിഞ്ഞു, റോഡ് മില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റംബിൾസ് വെച്ച് മുകളിൽ നിന്ന് തന്നെ സ്പീഡ് കുറയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ജംഗ്ഷനിലുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും. ആ ബസ് ബേ ആണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സാധനം. അപ്പോൾ ബസ് ബേ അവിടുന്ന് മാറ്റും. പിന്നെ ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള, അത് വെള്ളം കെട്ടാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉടൻ തന്നെ ഹൈവേ അതോറിറ്റി ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രയൽ നോക്കുന്ന ഡിവൈഡർ, ആ ഡിവൈഡറിൻ്റെ പ്രവർത്തനം നോക്കി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കിയിട്ട് പെർമനൻറ്റ് ഡിവൈഡറാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ചെയ്യേണ്ട വർക്കുകളുടെ ഡിസൈൻ PWD, നാഷണൽ ഹൈവേ വിഭാഗം, ചീഫ് എഞ്ചിനീയർ, ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ കൈമാറും. 1 കോടി രൂപയ്ക്ക് മുകളിൽ അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് 1.35 എത്രയാണെന്ന് വെച്ചാൽ അത്രയും രൂപ അദ്ദേഹം ഉടൻ അനുവദിക്കും. അനുവദിച്ചു കഴിഞ്ഞ് അത് ഊരാലുങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട്. പാലക്കാട് IIT നൽകിയ ശുപാർശകൾ നടപ്പിലാക്കാനും പാലക്കാടിനും കോഴിക്കോടിനും ഇടയിൽ കണ്ടെത്തിയ 16 ബ്ലാക്ക് സ്പോട്ടുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും യോഗത്തിൽ ധാരണയായി. ജനം, തിരുവനന്തപുരം.